ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 10:12 വേദഭാഗം. യഹോവേ എഴുന്നേൽക്കണമേ, ദൈവമേ തൃക്കൈ ഉയർത്തണമേ, എളിയവരെ മറക്കരുതേ. ഈ ലോകത്തിൽ ദൈവസന്നിധി നീതിയോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, അവർക്ക് ലോകപ്രകാരം ആശ്രയിക്കുവാൻ ഒരിടമില്ലെങ്കിലും ഈ ലോകം അവരുടെ വിശ്വാസ നിമിത്തം അവരെ ഞെരുക്കുന്നുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവർക്കെതിരെ തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. തിരുവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എളിയവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഈ ലോകം നമുക്ക് ന്യായം നടത്തി തന്നില്ലേലും, ഈ ലോക നീതി നടത്തി തന്നില്ലേലും, നീതിയോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എളിയവരായിട്ടുള്ള ദൈവമക്കൾക്ക് വേണ്ടി നിശ്ചയമായും ദൈവം തൻ്റെ കരങ്ങളെ ഉയർത്തുവാൻ ഇടവരും. അവരെ ദൈവം ഒരു നാളും മറന്നു കളയത്തില്ല എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആ വിഷയങ്ങളുടെ നടുവിൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളെ പലരും മറന്നു കളഞ്ഞു. പലരും നിങ്ങളെ ഓർക്കാമെന്ന് പറഞ്ഞവരുണ്ട്, നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ട്, നിങ്ങളെ ലോകപ്രകാരം അനുഗ്രഹങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടാകാം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അവരെല്ലാവരും സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി, നിങ്ങളെ തള്ളിക്കളഞ്ഞു, നിങ്ങളെ അറിയത്തില്ലെന്ന് പോലും പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ വചനത്തിന് പറയാനുള്ളത്, നിങ്ങളെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, അവൻ്റെ വലങ്കരം ഉയർത്തുവാൻ ഇടവരും. ആ കരം എവിടെ ഉയരപ്പെടുന്നുവോ അവിടെ ദൈവജനത്തിന് വിടുതലാണ്, അവിടെ ദൈവപ്രവൃത്തിയാണ്. അത് വിശ്വസിക്കുവാൻ തിരുവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. ആരും എന്നെ സഹായിക്കാൻ ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ സഹായിക്കാൻ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കുക, ആ ദൈവത്തെ സമർപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.